തൃശൂരിലേക്ക് പോവുകയാണ്. അവിടെ വീണ്ടും ഒരു നിക്ഷേപ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ വമ്പൻ നിക്ഷേപ തട്ടിപ്പ്. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. സ്ഥാപനത്തിന്റെ ഉടമകൾ മുങ്ങി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകൾ വിവിധ രീതിയിൽ കണ്ടു. ഇവരുടെ തട്ടിപ്പ് ഏത് രീതിയിലായിരുന്നു? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രവിധ, തുടർച്ചയായി തൃശ്ശൂരിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ നമ്മൾ പല നിക്ഷേപ തട്ടിപ്പുകളും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ സമാനമായ രീതിയിൽ തന്നെ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇവർ പണം പിരിച്ചത്. കേരളത്തിലാകെ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. അമിത പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപകരിൽ നിന്ന് കോടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പിനെ സംബന്ധിച്ച്, അതായത് ഈ പറഞ്ഞ നിക്ഷേപ തുകയിൽ പലിശയടക്കം തിരികെ ലഭിക്കാതായതോടുകൂടി കൂടുതൽ പേർ പോലീസിൽ പരാതി നൽകി. പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടുകൂടി സ്ഥാപനത്തിന്റെ ഉടമകൾ മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഉടമകൾക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ പ്രകാരം കേരളത്തിലാകമാനം 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. അത് 150 കോടിക്ക് അടുത്ത് വന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിധ, സൂരജ്, ഇത് വലിയൊരു തട്ടിപ്പാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ തട്ടിപ്പിന്റെ രീതി എങ്ങനെയായിരുന്നു? നിക്ഷേപകരെ എങ്ങനെയാണ് ഇവർ ആകർഷിച്ചിരുന്നത്? പ്രവിധ, വലിയ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. ബില്യൺ ബീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അമിത പലിശ, ഈ നിക്ഷേപത്തിന്റെ തുകയ്ക്ക് ആനുപാതികമായി അമിത പലിശ നൽകാം എന്നുള്ളതായിരുന്നു ഇവർ വാഗ്ദാനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇത് വിശ്വസിച്ച് ആളുകൾ സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ ഈ മുതൽ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പലിശയടക്കം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് ഈ പരാതികൾ ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1-2 പേർ പരാതിപ്പെടുന്നു. പക്ഷേ ഈ നിക്ഷേപ തുക ലഭിക്കാതായതോടുകൂടി കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുകയായിരുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ വന്നു. അത് പോലീസ് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ സ്ഥാപന ഉടമകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയെങ്കിലും സ്ഥാപന ഉടമയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ ഈ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ അടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ചില എഫ്ഐആറുകളിൽ 3 പ്രതികളടക്കമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബിപിൻ, അതോടൊപ്പം തന്നെ സുബിൻ, അങ്ങനെ തുടങ്ങി ഇരിങ്ങാലക്കുട സ്വദേശികളായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പലരോടും പലതരത്തിൽ, അതായത് 10 ലക്ഷം രൂപ മുതലൊക്കെ വാങ്ങിയ ആളുകളുണ്ട്. വലിയ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു തട്ടിപ്പിന്റെ ഒരു രീതി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രവിധ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പല തട്ടിപ്പുകളുടെ ചുരുളഴിയുകയാണ്. ഈ കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പാതിവില തട്ടിപ്പിന് ശേഷം പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാതെ. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇത്രയധികം ആളുകൾ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ധനമന്ത്രിക്ക് കിട്ടിയിരുന്ന പാവം എന്തെല്ലാം ചെയ്തേ. മാത്രമല്ല, എന്നെ തട്ടിക്കുമെന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുക. ഇത് ആ കമ്പനിയുടെ പേര് കണ്ടോ? ബില്യൺ ബീസ് എന്ന്. ബീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തേനീച്ചകൾ വളരെ അധ്വാനിക്കുന്ന ഒരു വിഭാഗം ജീവികളാണ്. അങ്ങനെ അധ്വാനത്തിൽ കൂടെ മാത്രം കൂട്ടി വെച്ച് കോമ്പൗണ്ടിങ്ങിലൂടെ മാത്രമേ നമുക്ക് ധനസമ്പാദനം പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്നത് പോലെ പലിശയൊക്കെ തരണമെങ്കിൽ അവർക്ക് വല്ല മാജിക് അറിയണമായിരിക്കും. ഇത് മാത്രമല്ല, ഇതിനൊക്കെ കടുത്ത ശിക്ഷയുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്താണ് ഇവരൊക്കെ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത് അല്ലെ? ഒരുപക്ഷെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തുടങ്ങി വിജയിപ്പിക്കാന്നുള്ള പ്രതീക്ഷയായിരിക്കും. പക്ഷെ അത് എവിടെയും എത്തുന്നില്ല പറഞ്ഞിരിക്കുന്നത്.